കരൾ രോഗബാധിതനായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. നിർധന കുടുംബാംഗമായ വട്ടംകുളം സ്വദേശി നെട്ടത്തുവളപ്പിൽ രഘുനാഥാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ താമസിക്കുന്ന നെട്ടത്തുവളപ്പിൽ രഘുനാഥൻ കരൾ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. 3 മാസം മുൻപാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ രഘുനാഥിനെ പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെട്ടത്തുവളപ്പിൽ രഘുനാഥൻ എന്നവർ ലിവർ സോറോസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ലിവർ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. 4 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടും ഭാര്യയും 2 മക്കളാണ് രഘുനാഥൻ എന്നുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. ഇതുവരെ ചികിത്സയൊക്കെ നടത്തിയത് ഓട്ടോറിക്ഷ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ്. വളരെ ഈ പാവപ്പെട്ട കുടുംബത്തെ സംരക്ഷിക്കാൻ ജനകീയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാരിച്ച തുക ചെലവഴിക്കാൻ ശേഷിയില്ലാത്ത ഒരു കുടുംബം എന്ന നിലയിൽ പരമാവധി സഹായം എല്ലാ വിഭാഗക്കാരിൽ നിന്നും, എല്ലാ മേഖലയിൽ നിന്നും, എല്ലാ സുമനസ്സുകളിൽ നിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിനെ രഘുനാഥ് പുലർത്തിയിരുന്നത്. വലിയ തുക ചെലവ് വരുന്ന ചികിത്സയായതിനാൽ തുടക്കത്തിൽ തന്നെ ഓട്ടോറിക്ഷ വിറ്റാണ് രഘുവിന്റെ ചികിത്സാ ചെലവുകൾ നടത്തിയിരുന്നത്. ഈ രാജ്യത്തിന്റെ മൊത്തം ജനങ്ങൾ, അതായത് വട്ടംകുളം പഞ്ചായത്തിലെ കുറ്റിപ്പാല പ്രദേശത്തെ മൊത്തം ജനങ്ങൾ എല്ലാ നിലക്കും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാമ്പത്തികമായി ഏറ്റവും പരാജയപ്പെട്ട് കിടക്കുന്ന കുടുംബത്തിന് ഈ ഗ്രാമനിവാസികൾ അന്നാണ് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ മാത്രം കഴിയുന്നതല്ല. ആയതുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന മറ്റു പ്രദേശങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളും ഈ കാരുണ്യത്തിൻ്റെ ഈ നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. കരൾ മാറ്റിവെക്കൽ തന്നെയാണ് രഘുനാഥിനെ രക്ഷിക്കാനുള്ള ഏക പോംവഴിയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത രഘുനാഥിന്റെ കുടുംബത്തിന് ഇതിന് വരുന്ന ചെലവ് താങ്ങാവുന്നതിലും അധികമാണ്. ലിവർ സിറോസിസ് എന്ന അസുഖം ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഉപാധി എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ്. വളരെ പാവപ്പെട്ട, സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ രഘുനാഥ് എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് ദൈനംദിനം ഓരോ ദിവസം അന്നത്തിനുള്ള വക ഉണ്ടാക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ചെറിയൊരു വീടും 5 സെൻറ്റ് സ്ഥലവും പഠിക്കുന്ന 2 കുട്ടികൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു നാട് മുഴുവൻ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട വലിയ രീതിയിലുള്ള സംഖ്യ പിരിച്ചെടുക്കാൻ നാട്ടുകാർ കഠിന ശ്രമത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ജനപ്രതിനിധികളുടെയും മറ്റും യോഗം ചേർന്ന് രഘുനാഥ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ ചെയർമാനായും പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് കൺവീനറായും PV സുൽത്താൻ ട്രഷററായുമാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾ ഈ കുടുംബത്തിനെ ചേർത്തുപിടിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് കമ്മിറ്റി ഭാരവാഹികൾ. കുറ്റിപ്പാലയിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള രഘുനാഥ്. ഇപ്പോൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. എല്ലാം റെഡിയായി, ചികിത്സാ സംവിധാനങ്ങളെല്ലാം സജ്ജമായി നിൽക്കുമ്പോഴും പണത്തിൻ്റെ കുറവ് കൊണ്ടാണ് സർജറി പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഘുനാഥിന് ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി എടപ്പാൾ ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 7902628395 എന്നാണ്. IFS കോഡ് IDIB 000E502 എന്നതുമാണ്. വളരെ പെട്ടെന്നാണ് ഈ ലിവർ സിറോസിസ് എന്ന രോഗത്തിന് അടിപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓരോ ദിവസം ചെല്ലുന്തോറും ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ചികിത്സ നേരത്തെ രാമശേട്ടൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ വിറ്റ് കിട്ടിയതും
പിന്നീട് നാട്ടുകാരെല്ലാം ചേർന്ന് സ്വരൂപിച്ച തുക വെച്ചാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ലിവർ മാറ്റിവെക്കണം. ഈ മാറ്റിവെക്കലും എല്ലാം ചേർന്ന് വലിയൊരു തുക ഈ ചികിത്സയ്ക്ക് ആവശ്യമായി വരും. NCV ന്യൂസ്, എടപ്പാൾ.